വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 40ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക 23 യോഹന്നാൻ മാർപ്പാപ്പയുടെ മരണത്തെക്കുറിച്ചാണ്. 1962 ഡിസംബർ 8 അവസാനിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 1ാമത്തെ സമ്മേളനത്തിന് ശേഷം 1963 സെപ്റ്റംബർ 8 വീണ്ടും കൗൺസിൽ തുടരാനായിരുന്നു തീരുമാനിച്ചിരുന്നത്, 2ാമത്തെ സമ്മേളനം തുടങ്ങാൻ. എന്നാൽ അപ്രതീക്ഷിതമെന്ന് പറയട്ടെ, 1963 ജൂൺ 3 23 യോഹന്നാൻ മാർപ്പാപ്പ കാലം ചെയ്തു. ഒരു മാർപ്പാപ്പ കാലം ചെയ്താൽ അതോടുകൂടി കൗൺസിൽ സസ്പെൻഡ് ചെയ്യപ്പെടും. അതാണ് കാനൻ നിയമം. 1917 കാനൻ നിയമം 229ാമത്തെ നമ്പറിൽ അത് വളരെ വ്യക്തമായിട്ട് നിർവചിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പയ്ക്ക് കൗൺസിൽ തുടരാനോ തുടരാതിരിക്കാനോ അധികാരമുണ്ട്. അതുകൊണ്ട് ഇനി കൗൺസിൽ തുടരുമോ എന്ന ആശങ്ക സഭയിലാകമാനം പടർന്നു. 23 മാർപ്പാപ്പയുടെ മരണത്തിന് ശേഷം വെറും 16 ദിവസത്തിന് ശേഷം ജൂൺ 19 മിലാൻ്റെ ആർച്ച് ബിഷപ്പും കർദിനാളുമായിരുന്ന കർദിനാൾ മൊണ്ടീനി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പോൾ 6 എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പോൾ 6 മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടരും എന്ന് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം സഭയിലാകമാനം സന്തോഷം ഉളവാക്കി. കാരണം കൗൺസിൽ തുടരുമോ ഇല്ലയോ എന്ന അനിശ്ചിതത്വത്തിലിരുന്ന സാഹചര്യത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടരുമെന്ന പ്രഖ്യാപനം കൗൺസിൽ പിതാക്കന്മാരെ മാത്രമല്ല സഭയാകമാനം സന്തോഷമുള്ളവരാക്കി മാറ്റി. കൗൺസിൽ സെപ്റ്റംബർ 8 തുടങ്ങാനായിട്ട് സാധിച്ചില്ല. കാരണം പുതിയ മാർപ്പാപ്പയ്ക്ക് സംഘടനാപരമായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു, പല ഒരുക്കങ്ങളും പുതുതായിട്ട് നടത്തേണ്ടതുണ്ടായിരുന്നു. എന്നാൽ മാർപ്പാപ്പയുടെ മരണം വരുത്തിവെച്ച അനിശ്ചിതത്വം വെറും 20-21 ദിവസത്തേക്ക് കൗൺസിൽ നീട്ടിവെക്കാനേ സാധിച്ചുള്ളൂ. 1963 സെപ്റ്റംബർ 29 കൗൺസിൽ വീണ്ടും ആരംഭിച്ചു. പുതിയ വിഷയങ്ങളുമായി കൗൺസിൽ അവസാനിക്കുന്നത് 1963 ഡിസംബർ 4